ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനി പറഞ്ഞതിൽ നിന്നും വിശ്വനാഥിനെ കൊല്ലാൻ പ്രതാപനെ കൊട്ടേഷൻ കൊടുത്തത് വാമനാണോ എന്നൊരു സംശയം മഹിക്കും അനന്തുവിനും രേഖയ്ക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അയാളാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രതാപൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്ന കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് തന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അനന്തു. വാമനാണെങ്കിൽ കണ്ണനും മഹിക്കും ഇടയിലുണ്ടായിരിക്കുന്ന ഈ ഒരു അകലം ശരിക്കും മുതലെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ കുതന്ത്രവുമായിട്ട് വാമൻ മഹിയെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് കണ്ണൻ ഇതുവരെ പ്രതാപനാണ് അവൻ്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നത് എന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അതെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അതോടെ തീരും. അതുകൊണ്ട് നീ എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്നും ഇല്ലെങ്കിൽ കണ്ണനെ എല്ലാം അറിയിക്കുമെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളിത് കണ്ണേട്ടനോട് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല കരുണയുടെ ജീവിതം അതോടെ തകരുമെന്ന് മഹി പറയുന്നുണ്ടെങ്കിലും ആരുടെ ജീവിതവും തകർന്നിരുന്നത് എനിക്ക് പ്രശ്നമല്ലെന്നും എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന് വാമൻ പറയുമ്പോൾ കണ്ണേട്ടനോട് പറയാതെ 1 രൂപ പോലും ഞാൻ അക്കൗണ്ടിൽ നിന്നും എടുക്കാറില്ല എന്ന് മഹി പറയുന്നതും വെറും ഒരു വേലക്കാരിയായിട്ട് കമലേശ്വരത്ത് കഴിയേണ്ട നിനക്ക് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പകുതിയും ഇപ്പം നിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഈ പണം നീ തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ കണ്ണനെ എല്ലാം അറിയിക്കുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് വാമൻ. ഇത് കേട്ട് ആകെ ധർമ്മസങ്കടത്തിൽ പെട്ടുപോവാണ് കേട്ടോ മഹി. പിന്നീട് സന്തോഷത്തിൽ വീട്ടിൽ തിരിച്ചെത്തുന്ന വാമൻ അവള് 10 ലക്ഷം രൂപ തരാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതുപോലെ 15ഉം 50ഉം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവളിൽ നിന്നും വാങ്ങിച്ചെടുക്കാമെന്നും സ്വാതിയുടെ കല്യാണമൊക്കെ ആർഭാടത്തോടെ നടത്താമെന്നും മേഘൻ്റെ ചികിത്സയുടെ കാര്യത്തെക്കുറിച്ചും ഇനി പേടിക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതി മറന്ന് സന്തോഷിക്കുന്നു. തുടർന്ന് മഹിയാണെങ്കിൽ ഇക്കാര്യം ലേഖയോടും അനന്തുവിനോടും പറയുന്നുണ്ട്. അയാളോട് എല്ലാം തുറന്നു പറഞ്ഞതാണ് അനന്തുവേട്ടൻ ചെയ്ത് തെറ്റെന്ന് ലേഖ പറയുന്നുണ്ട്. അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചാൽ കണ്ണേട്ടൻ അതറിയും. അതുകൊണ്ട് അയാളെ ക്യാഷായിട്ട് തന്നെയാണ് വേണമെന്ന് പറയുന്നുണ്ട് മഹി. അയാളുടെ ഈ ക്രൂരബുദ്ധി കാണുമ്പോൾ വീണ്ടും വാമൻ തന്നെയാണോ വിശ്വനാഥിനെ കൊലപ്പെടുത്താനായിട്ട് പ്രതാപനെ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിൽ ബലപ്പെടുന്നുണ്ട്. മാർക്കോയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അയാളുടെ കാര്യം അവൻ സോൾവ് ചെയ്തോളൂ എന്ന് അനന്ത് പറയുമ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നും ഞാനിനി പിന്നോട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹി കണ്ണനെ കാണാനായിട്ട് ചെല്ലുന്നു. ഇതേ സമയം കണ്ണനാണെങ്കിൽ ശരിക്കും മനസ്സ് തകർന്ന അവസ്ഥയിൽ ക്യാബിനിലിരിക്കുകയാണ്. മഹിയെ കാണുന്നതും എൻ്റെ മുൻപിൽ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇവിടെയും എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരില്ലേ എന്ന് കണ്ണൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ്റെ മനസ്സമാധാനം കെടുത്താനല്ല ഞാൻ വന്നത്. കുറേ കാലമായി മനസ്സിൽ മൂടി വെച്ചിരിക്കുന്ന ഒരു രഹസ്യം എനിക്ക് ഇനിയെങ്കിലും കണ്ണേട്ടനോട് തുറന്നു പറയണം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് കണ്ണൻ. ഇനിയും കണ്ണേട്ടനോട് അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ഭാരം എനിക്ക് താങ്ങാൻ കഴിയില്ലെന്നും അത് ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ പോലും ബാധിക്കുമെന്ന് മഹി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ചതിയും വഞ്ചനയും ഒരിക്കലും ഞാൻ വെച്ചു വെറുപ്പിക്കില്ല. അങ്ങനെയുള്ളവർ പറയുന്നതും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ നേരെ ഷൗട്ട് ചെയ്യുകയാണ് കണ്ണൻ. തുടർന്ന് കണ്ണേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കണം, എന്നോട് ഇങ്ങനെ പെരുമാറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹി വീണ്ടും കരയുന്നുണ്ട് കണ്ണൻ്റെ മുന്നിൽ നിന്നും. പക്ഷേ മഹി പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവളെ ക്യാബിനിൽ നിന്നും ഇറക്കി വിടുകയാണ് കേട്ടോ കണ്ണൻ. അങ്ങനെ മനസ്സ് തകർന്ന് മഹി തിരികെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മഹി ആരെയായിരിക്കും കാണാൻ പോയിരിക്കുന്നത്? ഒരു പക്ഷേ കണ്ണനെ കാണാനായിട്ട് ആണ് പോയിരുന്നെങ്കിൽ കണ്ണൻ്റെ പെരുമാറ്റം മഹിക്ക് സഹിക്കാൻ കഴിയുമോ, അവൾക്ക് ഓവർ ടെൻഷൻ ആകുമോ എന്നൊന്നും അറിയാതെ ആശങ്കയോടെ നിൽക്കുകയാണ് ലേഖയും അനന്തവും. അങ്ങനെ മഹി കാറിൽ നിന്നും ഇറങ്ങി വരികയാണ്. പെട്ടെന്ന് വീടിൻ്റെ മുറ്റത്ത് വെച്ച് മഹിക്ക് തലചുറ്റലുണ്ടാകുന്നുണ്ട്. ഇത് കണ്ട് ലേഖയാണെങ്കിൽ ഓടി വന്ന് മഹിയെ താങ്ങി പിടിക്കുന്നു. ഒട്ടും സമയം കളയാതെ മഹിയെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഈ സമയത്ത് മഹിക്ക് ഓവർ ടെൻഷൻ ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അനന്തുവേട്ട എന്ന് ലേഖ പറയുമ്പോൾ അത് നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് കണ്ണനല്ലേ. പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റും മഹി ചെയ്തിട്ടില്ല. എന്നിട്ട് ആ മഹിയെയാണ് അവനിപ്പോൾ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഈ വിവരം കണ്ണേട്ടനെ അറിയിക്കണ്ടേ എന്ന് ലേഖ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മഹിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ എന്താ ഡോക്ടർ, മഹിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ലേഖ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണെന്നും 7ാം മാസം കഴിഞ്ഞില്ലേ ആ കുട്ടിക്ക്, ഈ സമയത്ത് ബോഡി ഇങ്ങനെ വീക്കാകാൻ പാടില്ല, അത് അമ്മയെ മാത്രമല്ല കുഞ്ഞിൻ്റെ വളർച്ചയും ബാധിക്കും, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ ലേഖയും അനന്തവും. മഹിയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് കണ്ണേട്ടനാണ്. കണ്ണേട്ടനെ വിവരം അറിയിക്കണം, കണ്ണേട്ടൻ വന്നു കഴിഞ്ഞാൽ തന്നെ മഹിയുടെ എല്ലാ അസുഖവും മാറും എന്ന് ലേഖ പറയുന്നുണ്ട്. അങ്ങനെ അനന്തു കണ്ണനെ വിളിക്കുന്നുണ്ട്. മഹി പറഞ്ഞിട്ടാണ് അനന്തു വിളിക്കുന്നത് എന്ന് കരുതി കണ്ണനാണെങ്കിലോ ഫോൺ എടുക്കുന്നില്ല, ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്യുന്നു. ഇതേ സമയം മഹിയുടെ നിലയാണെങ്കിൽ കുറച്ച് വഷളാവുന്നുണ്ട്. ഏതായാലും നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹിയുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം അവരുടെ ധ്യാനത്തിലിരുന്നു കൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ മഹിക്ക് ആശ്വാസമായിട്ട് അമ്മ തന്നെ ഹോസ്പിറ്റലിൽ അവൾക്കരികിലേക്ക് എത്തുന്നു.
അനന്തുവാണെങ്കിൽ കണ്ണനെ ഫോൺ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ കണ്ണനെ നേരിൽ ചെന്ന് കാര്യം പറയാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ അനന്തുവിനെ കാണുന്നതും എന്നെ കാണാൻ വരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് കാണണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ നേരെ ദേഷ്യത്തെ പൊട്ടിത്തെറിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിൻ്റെ ഈ പെരുമാറ്റം കാരണം അപകടം സംഭവിക്കാൻ പോകുന്നത് നിൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ്. നീയും മഹിയും എത്രത്തോളം ആ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. നിൻ്റെ അവഗണന സഹിക്കാൻ കഴിയാതെ അവളിപ്പോൾ ICUവിലാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഡോക്ടർ ഉറപ്പൊന്നും തന്നിട്ടില്ല എന്ന് അനന്തു പറയുന്നത് കേട്ട് തകർന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മഹിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അങ്ങനെ മഹിയുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്നെ മഹിയുടെ അടുത്തിരിക്കുന്ന സിദ്ധിയായിട്ടുള്ള അമ്മയെ കണ്ണൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് താൻ കാണാറുള്ള അമ്മയും മഹി കാണാറുള്ള അമ്മയും ഒരാൾ തന്നെയാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണൻ തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്